ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നമ്മൾ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നതിന് മുമ്പുള്ള സമയത്തേക്ക് തിരിച്ചു പോകാം. ഇനിയും ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട, എല്ലാം ഇവിടെ വെച്ച് നിർത്താമെന്ന് ഹാദിൻ ജംഗുവിന്റെ അടുത്ത് പറയും. അവൻ സമ്മതിക്കാതിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന് ഹാദിൻ പറയും. അത് കേൾക്കുന്നുണ്ട് ജംഗുൻ അവളുടെ അടുത്ത് തിരിച്ചു പറയുന്നത് ഒരിക്കലുമല്ല, അതങ്ങനെയാണ് ഇയാളുടെ തെറ്റാവുന്നത്. അത് സെങ്ഹോയുടെ തെറ്റാണ്. ഇയാളും മറ്റൊരു വിക്റ്റിമാണ്. അയാള് ഹാദിനെയും തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനുമാണ് അവള് പിന്നെയും ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഇവൻ ആദ്യം മുതലേ എല്ലാ കാര്യങ്ങളും ഇവരെല്ലാരും എങ്ങനെയാണ് റിലേറ്റഡ് ആയിരുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മുഴുവൻ അറിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എന്നാലും എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹാദിൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ജംഗുൻ അവളുടെ അടുത്ത് പറയുന്നത് എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു, ഒരിക്കലും പിരിയാമെന്ന് എന്നോട് പറയത്തില്ല എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കും. ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോളജൈസ് ചെയ്തിട്ടാണ് ഹാദിൻ അവിടുന്ന് പോകുന്നത്. 8 വർഷം മുമ്പ് ഹാദിനെയും കൊണ്ട് മിസ് പാർക്കിന്റെ ഏജൻസിയിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഹാക്കിം അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇവർ രണ്ടുപേരും സ്വന്തം കുട്ടികളെ പോലെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്യാനും സൈറ്റ് വിഷസും ഒക്കെ ആയിട്ട് വരുന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മിസ് പാർക്ക് അവിടേക്ക് പിറ്റേ ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഹാദിൻ ഇറങ്ങി വന്നിട്ട് എനിക്കൊരു സഹായം വേണമെന്ന് പറയും. കുറച്ച് ദിവസത്തേക്ക് ഈ ഷൂട്ട് കഴിയുമ്പോൾ റെസ്റ്റ് വേണം എന്നാണ് അവൾ പറയാൻ പോകുന്നതെന്നാണ് ഹാക്കിങ്ങും മിസ് പാർക്കും വിചാരിക്കുന്നത്. പക്ഷെ ഹാദിൻ പറയുന്നത് എനിക്ക് കൂടുതൽ വർക്ക് കിട്ടുമോന്ന് നോക്കണം, എനിക്ക് ഒരുപാട് ഡ്രാമാസും ഫിലിംസും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ബിസി ആവണം, എനിക്ക് മറ്റൊന്നും ആലോചിക്കാൻ സമയമില്ലാത്തത്ര ബിസി ആകണം എന്നാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. റിപ്പോർട്ടർ ജോ ഹാക്കിങ്ങിനെ വിളിക്കുമ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഇയാളെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും മുമ്പിൽ നിൽക്കുകയാണ്, ഇയാൾ ഇറങ്ങി വരുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയക്കും. ഈ സമയത്ത് ടെൻഷൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട് പാർക്കിലേക്ക് പോയേക്കുമായിരുന്നു ഹാക്കിങ്. അവൾ അന്നേരം തന്നെ തിരിച്ചു വരും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലും എന്നോട് പറഞ്ഞാൽ തിരുത്താം, അതല്ല ഇയാൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ, അതുകൊണ്ടാണ് എൻ്റെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ മെസ്സേജസിനൊന്നും റിപ്ലൈ തരാത്തത് എന്നൊക്കെ റിപ്പോർട്ടർ ജോ അവളുടെ അടുത്ത് ചോദിക്കും. അതൊന്നും അല്ല കാര്യം എന്ന് ഇവള് പറയുന്നുണ്ടെങ്കിലും അവൻ കൺവിൻസ്ഡ് ആകുന്നില്ല. അങ്ങനെ ആ സന്നിഗ്ധതയില്ലാതെ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയേണ്ടി വരും. അപ്പോഴാണ് അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇത്രയും നാൾ ഇതൊന്നും ആരോടും പറയാൻ പറ്റാതിരിക്കുകയായിരുന്നല്ലോ, ഇയാൾക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരുന്നിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ എന്നോട് തുറന്നു പറയണമെന്ന് റിപ്പോർട്ടർ ജോ ഹാക്കിങ്ങിന്റെ അടുത്ത് പറയും. സെങ്ഹോ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എവിടെയോ പോയി ഒരു റൂമൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയാണ്. ഇയാൾക്കും എന്നെ പോലെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോഴേ ആ വേദന അറിയാൻ പറ്റുള്ളൂ, നിനക്കുള്ള ശിക്ഷ നിനക്ക് എന്തായാലും കിട്ടും എന്നൊക്കെയാണ് അവൻ എഴുതി കൂട്ടുന്നത്. അച്ഛൻ ചെങ്കുണ്ണെ വിളിക്കുന്നുണ്ടെ പുറത്തു പോയി ഇങ്ങനെ കുടിക്കുന്നത് കുറച്ച് കുറയ്ക്കണം എന്ന് അവൻ പറയും. അത് അയാളെ സമ്മതിക്കും. എനിക്ക് നിന്റെ ഗേൾഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നുണ്ട്, പറ്റുമോ എന്ന് ചോദിക്കും. ഞാൻ സമയം പറയാം, നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കും. ജംഗ്ഹോൺ ഇടയ്ക്കിടയ്ക്ക് ഹാദിന് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, പക്ഷെ അവള് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. കേസിന്റെ പുരോഗതി എന്താണെന്ന് അറിയാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും ജംഗ്ഹോൺ. അപ്പൊ അയാള് ലക്കി ആയതുകൊണ്ട് നമ്മൾ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നതാണോ അതോ അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുവാണോ എന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും അയാളെ പിന്നീട് ആരും പുറത്തേക്ക് കണ്ടിട്ടില്ല. ഞങ്ങൾ എന്തായാലും പറ്റുന്ന കൂട്ടെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്ന് പോലീസുകാർ ജംഗ്ഹോണിന്റെ അടുത്ത് പറയും. ഹാദിൻ ഡ്രസ് ഇല്ലാതെ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഹാക്കിങ് പറയുമ്പോഴത്തേക്കിനും അവൾ അന്നേരം ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ ഫുൾ ടൈം ബിസി ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ടെയൂൺ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അനുസരിച്ച് ഹാദിൻ ചെല്ലും. എന്നെ പറ്റി പറയുടെ ആയതുകൊണ്ടല്ലേ വിളിച്ചത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഈ മെമ്മറീസ് തന്നത് ഡോക്ടർ അല്ലല്ലോ, ഇത് ഞാൻ മറന്നുപോയ എൻ്റെ മെമ്മറീസ് അല്ലേ, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ഞാൻ ഇപ്പൊ കംപ്ലീറ്റ്ലി ഫൈൻ ആണ്, അതോർത്ത് ഡോക്ടർ കൺസേൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയും. ഇയാൾ പുറമേക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, കരയണമെന്ന് തോന്നുവാണെങ്കിൽ കരയണം. അങ്ങനെ മാത്രമേ ചുറ്റുമുള്ളവർക്ക് ഇയാളുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് പണ്ടത്തെ പോലെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഉറപ്പിക്കാനും എന്തെങ്കിലും എനിക്ക് ഇയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടേ. ശരിക്കും ഞാൻ ഓക്കെ ആണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഹാദിൻ പറയും. അപ്പോൾ ടെയൂൺ ചോദിക്കും, ഇത് ഇയാൾ ചെയ്യുന്നത് കുറ്റബോധം കാരണമാണോ അതോ ജംഗ്ഹോണിന് വേണ്ടിയിട്ടാണോ? കാരണം ഇയാളുടെ മെമ്മറീസ് ഒക്കെ തിരിച്ചു വരുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വറീഡായി. അങ്ങനെ ഞാൻ ജംഗ്ഹോണിനെ മീറ്റ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ അവളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ പഴയ മെമ്മറീസ് ഒക്കെ തിരിച്ചു വരും, പിന്നീട് എന്താകും എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ജംഗ്ഹോൺ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കലും ഇല്ല, ഞാൻ ഇനി അവളെ വിട്ടു പോകാനായിട്ട് പോകുന്നില്ല, എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചത് നേരിടും, പണ്ടത്തെ പോലെ പേടിച്ച് ഒളിച്ചിരിക്കാനായിട്ട് ഞാൻ ഇനി തീരുമാനിച്ചിട്ടില്ല, അത് ഞാൻ സധൈര്യം നേരിടാനായിട്ട് തീരുമാനിച്ചു, മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഹാദിനും ഒരു തീരുമാനം എടുക്കണം, പേടിച്ച് ഹൈഡ് ചെയ്യരുത്,
എന്തായാലും കറേജിയസ് ആയിട്ട് അത് നേരിടാനായിട്ട് ശ്രമിക്കുക എന്ന് പറയും. ഹാദിന്റെ പുതിയ ഡ്രാമ ടെലികാസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്ന ചാനല് മിസ് പാർക്കിനെയും ഹാദിനെയും ഹാക്കിങ്ങിനെയും കൂടെ വിളിപ്പിക്കും. പുതിയ ഡ്രാമ ഡ്രോപ്പ് ചെയ്യുവാണ് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഈ ചാനലുമായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ട്. പ്രൊഡക്ഷൻ കമ്പനിയുടെ മാനേജ്മെന്റ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണം ഡിസ്കഷൻസ് ഒന്നും നന്നായിട്ട് പോസിറ്റീവായിട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് പറയും. ചാനലിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വേറെ എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഹാദിനെ കാണുമ്പോഴത്തേക്കും അവരെല്ലാം അവളുടെ അടുത്തേക്ക് വരും. ഹാദിന്റെ പുതിയ ഡ്രാമ ക്യാൻസൽ ആകാൻ പോവുകയാണെന്ന് കേട്ടു. അതിന്റെ റീസൺ പലരുടെയും പ്രതിഫലം കൂടിയതാണെന്നും കേട്ടു. അതിൽ ഒരാൾ ഹാദിനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാം ചുറ്റും കൂടും. അപ്പം ഹാദിനും ഒരു വിക്റ്റിമാണ്, ഹാദിന് ഇതിലൊന്നും പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിസ് പാർക്ക് ഒരുവിധം അവളെ രക്ഷപ്പെടുത്തി അവിടുന്ന് കൊണ്ടുപോകും. എല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് കാണുന്ന തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ജംഗ്ഹൂൺ അവിടെ ഹെൽപ്പ് ചെയ്തതെല്ലാമാണ് ഹാദിന് ഓർമ്മ വരുന്നത്. അന്നേരം തന്നെ ആ സ്ക്രിപ്റ്റും അവൻ കൊടുത്ത ഗിഫ്റ്റും എല്ലാം അവൾ റൂമിൽ നിന്ന് മാറ്റും. രാവിലെ ആവുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി വീണ്ടും പുറത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് ബിന്നിനകത്ത് ഇടും. ഹാക്കിൻ രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ടെ ഹാദിൻ വീട്ടിലില്ലാന്ന് മനസ്സിലാവും. പുറത്തൊക്കെ പോയി നോക്കും, അവൾ അവിടെങ്ങും ഇല്ല. ഫോൺ വിളിച്ച് നോക്കുന്നുണ്ടെ വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് പോയേക്കുന്നതെന്ന് മനസ്സിലാവും. അന്നേരം തന്നെ ജംഗ്ഹൂണിനെ വിളിക്കും. ഹാദിൻ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് പ്രശ്നം എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഹാദിൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയും. ഡ്രാമ ക്യാൻസൽ ചെയ്ത ന്യൂസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജംഗ്ഹൂൺ. എപ്പം മുതലാണ് കാണാതായതെന്നൊക്കെ ചോദിച്ചിട്ട് അന്നേരം തന്നെ അവൻ ഹാദിനെ അന്വേഷിച്ചിറങ്ങും. പല സ്ഥലങ്ങളിലും പോയതിനു ശേഷം അവർ രണ്ടും കൂടി ഒന്നിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ജംഗ്ഹൂൺ ഹാദിനെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ രാത്രിയാവും. അവസാനം ഹാദിനെ കണ്ടുപിടിക്കും. എന്തുകൊണ്ടാണ് ആരോടും പറയാതെ പോയത്, ഹാക്കിങ്ങിന്റെ അടുത്തൊന്നും പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാവോ എന്നൊക്കെ ആങ്കർലി ചോദിക്കുന്നുണ്ടേ എന്നോട് ദേഷ്യമില്ലേന്നാണ് ഹാദിൻ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, എന്തിനാണ് ഇയാളെ വെറുക്കുന്നത്, അതിനൊക്കെ തെറ്റൊന്നും ഇയാൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ജംഗ്ഹൂൺ തിരിച്ചു പറയും. അപ്പൊ ഇവള് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ ശരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആ ഒരു കുറ്റബോധം കാരണമാണ് ഞാൻ ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് ഞാനാണെങ്കിൽ പോലും പിന്നീട് എനിക്ക് ആങ്കർലിയെ ഒരുപാട് മിസ് ചെയ്തു എന്ന് ജംഗ്ഹൂണിന്റെ അടുത്ത് അവൾ പറയും. എനിക്ക് പിരിയാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹാദിൻ കരയുമ്പോൾ ജംഗ്ഹൂൺ അവളെ ആശ്വസിപ്പിക്കും.